ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു ഓണം പർച്ചേസ് ആയാലോ. ഓണത്തിന് ഇനിയും സമയമുണ്ടെന്ന് അറിയാം, പക്ഷെ അതിന് മുന്നേ വേറെ കുറച്ച് പരിപാടികൾ കൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വഴിയെല്ലാം പറഞ്ഞുതരാം. നമ്മള് എവിടെ പോണു? ഡ്രസ് എടുക്കാൻ പോവാണോ? അമ്മയ്ക്ക് എടുത്തേരോ? എടുത്തേരോ? കൊടുക്ക പൊട്ടിച്ച കാശുണ്ടോ? അച്ഛൻ കാശ് തരുമോ? കാശുണ്ടോ മിസ്റ്റർ? അത് പിന്നെ ഞാൻ പ്രതീക്ഷിച്ച ഒരു മറുപടി ഇല്ല പറഞ്ഞു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെങ്കിലൊക്കെ വാങ്ങിച്ചായോ? ഞങ്ങൾക്കൊരു സാരിയല്ലേ ഞങ്ങള് ചോദിച്ചോളൂ അല്ലേ? അപ്പൊ ഞങ്ങള് തൃശ്ശൂര് പോവാണ് ഗൈസ്. എന്തിനാ പോണേ? എന്തിനാ പോണേ? ചായ കുടിക്കാൻ പോവാണെന്നാണ് ഈ കുരുത്തങ്കട്ട സന്തതി പറഞ്ഞത് ഗൈസ്. ഞങ്ങളൊരു സാരി എടുക്കാൻ പോവാ. ഓണം സെലിബ്രേഷൻ ആണ്. ഓഗസ്റ്റ് 16 സൺഡേ. എന്തായാലും ചിരിക്കണേ. അപ്പൊ ഞങ്ങള് സാരി മേടിക്കാൻ പോവാണ്. ഋതുമോൾക്ക് ഉടുപ്പില്ല എന്നാണ് പറഞ്ഞത്, കാശില്ല എന്നാണ് പറഞ്ഞത് അച്ഛൻ. ഞങ്ങൾക്ക് ആ കോംപ്രമൈസ് ആണ് ഗൈസ്. അപ്പൊ എങ്ങോട്ട് പോകണം എന്നുള്ളത് ഞാൻ ചേട്ടൻ്റെ അടുത്തും എൻ്റെ അടുത്തും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ കല്യാണിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടി വർക്ക് ചെയ്തിട്ട് അപ്പം ഞങ്ങൾ പോയി നോക്കി നോക്കാമെന്ന് വിചാരിച്ച്. നോർമലി ഞങ്ങൾക്ക് അങ്ങനെ സെറ്റ് ആവാറില്ല. എന്നാലും പിന്നെ 1-2 സാധനങ്ങൾ അഡീഷണൽ എടുക്കാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് സാരിയൊക്കെ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. അതായത് ഓണത്തിനുള്ളൊരു പർപ്പസ് അല്ല, അമ്മയ്ക്ക് ഒരു ആങ്ങളയുടെ മോളുടെ കല്യാണം കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ മൈൻഡിലൊരു സാരി കണ്ടു വെച്ചിട്ടുണ്ട്. അതേതാണെന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഏതോ ഒരു പരസ്യത്തിൽ കണ്ടിട്ടുള്ളതാണെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് ഓഫീസിൽ സെലിബ്രേഷന് വേണ്ടിയിട്ട് സെറ്റ് സാരി വേണമായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ തപ്പാനുണ്ടായിരുന്നു. സെറ്റ് സാരി കുറേ മോഡൽസ് കണ്ടു, പക്ഷേ എനിക്ക് ഒന്നും കൂടെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും കുറച്ച് നേരത്തെ പരതലിന് ശേഷം ഞാൻ 2 ഏറെക്കുറെ അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പിന്നെ ഏതെടുക്കുന്നുള്ളതായിരുന്നു കേട്ടോ അടുത്ത ഡൗട്ട്. അങ്ങനെ ഞാനിത് ഈ 2 സാധനങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന അതും പിന്നെ ഒരു ഡാർക്ക് കാപ്പി കളറോ അങ്ങനെ എന്തോ സംതിങ് പറയാൻ പറ്റും തോന്നുന്നു. അങ്ങനത്തെ ഒരു ഷെയ്ഡിലുള്ളത്. ഋതുമോളൊപ്പം എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ കയ്യിൽ നേരത്തെ ഇരുന്ന സാധനമില്ല, അതിനെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് പിടിച്ച് പുറത്തിട്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ കൊല്ലം ഇതുപോലത്തെ തന്നെയല്ലേ നീ എടുത്തെന്ന് പറഞ്ഞിട്ടാ ചേട്ടൻ. അതായത് ലൈനോ ചെക്കോ അങ്ങനെ സംതിങ് സെയിം ഏറെക്കുറെ ആയിരുന്നു. അതായത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ, പാറ്റേൺ സെയിം ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പകരം ആ ചേട്ടൻ എനിക്ക് എന്തോ ഒരു ചെറിയൊരു പൂവൊക്കെ ഉള്ളൊരു സംഭവം എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽ രണ്ടിൽ നിന്നും ഏത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ ലാസ്റ്റ് ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഓണം പർപ്പസ് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാൻ ഇപ്പുറത്തിരുന്ന സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ഫ്ലവർ പോലത്തെ കാപ്പി കളർ ഉണ്ടായിരുന്നില്ല, അതെടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സാരി സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മൈൻഡിൽ സാരി ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ അതും ഇതൊക്കെ കുറേ വലിച്ചിട്ടുണ്ടായിരുന്നു. പൊന്നൊക്കെ അമ്മയ്ക്ക് കോട്ടൺ സാരിയോട് അറിഞ്ഞിട്ട് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനൊക്കെ എടുക്കുന്ന സമയത്ത് അമ്മയ്ക്ക് കോട്ടൺ സാരി വേണമെന്ന് പറഞ്ഞിട്ട് അത് എടുക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കോട്ടൺ സാരിയോട് വലിയ താല്പര്യമില്ല. മെയിൻലി അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയൺ ചെയ്യാനുള്ളൊരു മടി കൊണ്ടും കൂടിയാണ് കേട്ടോ. മൂപ്പരാളിങ്ങനെ ചെയ്യാറില്ല. ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ബ്ലൗസൊക്കെ ആയിട്ട് അയൺ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞങ്ങൾ 2 ആളിൽ ആരെങ്കിലും ഒരാൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോണ സമയത്ത് എടുത്ത് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതിനോട് വലിയ താല്പര്യമില്ല. ഇപ്പോൾ കുഴഞ്ഞ് കിടക്കുന്ന ടൈപ്പ് മതി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അമ്മ എങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ്. എനിക്കുള്ളതാണെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ 2 പേരും കൂടി എവിടെയെങ്കിലും ഒരു ഡിസിഷനിലെത്തും. അമ്മയ്ക്കാണെങ്കിൽ കളേഴ്സ് ഞങ്ങൾ 2 പേരും കുറച്ചും കൂടി ഒരു മങ്ങലുള്ള ഷെയ്ഡിനോടാണ് എനിക്ക് 2 പേർക്കും കൂടുതൽ താല്പര്യം. അപ്പോൾ അമ്മയ്ക്ക് അത് സെറ്റാവില്ല. അമ്മയ്ക്കാണെങ്കിൽ കുറച്ച് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കളേഴ്സിനോട് അമ്മയ്ക്ക് താല്പര്യം. അപ്പോൾ ലാസ്റ്റ് ഇതേ ചേട്ടൻ മഞ്ഞ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾ ഇതെടുത്തു കേട്ടോ. എനിക്ക് പച്ച ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സെറ്റ് സാരിയിലേക്ക് ബ്ലൗസ് പീസ് എടുക്കാണ്ടായിരുന്നു. വിത്ത് ബ്ലൗസ് ആയിരുന്നു അത്. പക്ഷേ ഞാൻ അത് തന്നെ സ്റ്റിച്ച് ചെയ്ത രസം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ബ്ലൗസ് പീസ് വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ചേച്ചിമാരായിട്ട് ഋതു ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഡാഡിക്കുള്ളത് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് എടുത്ത് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ അടുത്ത് ഈ സാധനം എനിക്ക് ഇഷ്ടമായി, എടുത്ത് തരുന്നുണ്ടോ ചോദിച്ചു. ഞാൻ മെല്ലെ കേൾക്കാത്ത പോലെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലിഫ്റ്റിൽ കയറിയപ്പോൾ ഏതോ ഒരു ചേട്ടൻ ഋതുമോളെ നോക്കി ചിരിച്ചപ്പോൾ അതേ ഋതുമോൾക്ക് നാണം വന്നു കേട്ടോ. ചേട്ടൻ ഐറ്റംസ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പോയ സമയത്ത് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ കോസ്മെറ്റിക്സിലുണ്ടായിരുന്ന ചേച്ചിയായിട്ട് ഋതുമോൾ ഗംഭീര കത്തിയായിരുന്നു കേട്ടോ. ഞങ്ങള് പർച്ചേസ് മിനിമലാക്കി ഗൈസ്. ഞങ്ങളുടെ പർച്ചേസ് കഴിഞ്ഞു പോയി. വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കുള്ളതായിട്ടില്ല കേട്ടോ, കുറച്ച് പേർക്കുള്ളതായിട്ടുള്ള. ഇനി ഞങ്ങൾ ഷോപ്പ് മാറ്റി പിടിക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. ഇതിനടുത്ത് ഞങ്ങൾ എവിടേക്കെങ്കിലും കാലേജ് പിടിച്ചെത്താമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഋതുവിനും കൂടെ എടുത്തിട്ടില്ല. ഋതു കുറച്ച് നേരമായിട്ട് അമ്മ എനിക്കെന്താ എടുക്കാമെന്ന് ചോദിച്ചു കുറച്ച് അധികം നേരമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നാലെ നടന്നു തുടങ്ങിയിട്ട് ബില്ലിങ്ങിൻ്റെ അവിടെ ഉണ്ടായിരുന്ന കല്യാണിൻ്റെ തന്നെ സ്റ്റാഫ് ഋതുവിൻ്റെ അടുത്ത് ഡ്രസ്സ് വാങ്ങിയ ചോദിച്ചപ്പോൾ ഇല്ല എനിക്കുള്ളതൊന്നും ഇവിടെ ഇല്ല എന്നൊക്കെ ഇട്ടാ ഋതു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഋതുവിനെ ഞാൻ അങ്ങനെ കേട്ടോ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ എവിടെയെങ്കിലും നോക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. ഇതിനിപ്പോൾ അത് ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ കയ്യിലുള്ള സാധനം? ആണോ? അങ്ങനെ ഞങ്ങളിത് അടുത്ത സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗൈസ് ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ട് എവിടെയാ? ഫാഷൻ ഫാക്ടറി ഗൈസ്.
പറ. ഹലോ ഹലോ ഗൈസ്, അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി ഡ്രസ് എടുക്കാൻ പോട്ടെ. കുറച്ച് ഷൂസൊക്കെ ഫാൻസി ടൈപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ട്രയൽ അടിച്ച് നോക്കി, പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് സെറ്റായില്ല. അപ്പോൾ ഞാൻ മെല്ലെ പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ ഋതുവിന് ഡ്രസ്സ് എടുക്കാനായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഋതുവിനാണെങ്കിൽ കണ്ടത് മുഴുവൻ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇഷ്ടമായിട്ട് നല്ലതുള്ളത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൾ വേണ്ടാന്ന് പറയും. അങ്ങനെ എനിക്കൊരു പേഴ്സ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നു. 1200 അടുത്താണ് കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് ഓഫർ കഴിഞ്ഞിട്ട് 700 800 എന്തോ ആയിട്ടുണ്ടായിരുന്നു. ഇത് റേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേട്ടനെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഗ്യാപ്പിൽ ഋതുമോൾ മിസ്സായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ സമയം അവിടെ നടന്ന് തിരഞ്ഞ് വിളിച്ചുട്ടോ. ഋതുമോൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സമയം കൊണ്ട് ഞാൻ സ്വർഗ്ഗത്തിലെത്തിയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കേട്ടോ. ആരെങ്കിലും ഋതുമോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന കണ്ടിട്ട് ആരെങ്കിലും കൂടെ കൊണ്ട് പോയോ എന്താണാവോ എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് എന്നാലും എൻ്റെ കുട്ടിയോടെ പോയി എന്ന് ആലോചിച്ച് ഋതുമോൾ പേടിച്ചു കേട്ടോ. ഞാൻ കുറേ വിളിച്ചു. ലാസ്റ്റ് ഋതുമോളുടെ കരച്ചിൽ എന്നോട് അപ്പോൾ അവിടുത്തെ അമ്മയുടെ പോയി ഋതുമോൾ ഞാൻ കഴിച്ചു. അതൊക്കെ ഭയങ്കരമായിട്ട് വിഷമമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഋതുമോൾക്ക് പിന്നെ ഭയങ്കര പേടിയായി. പിന്നെ ഞങ്ങൾ അടുത്ത് പോകുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഋതുവിനുള്ളത് നന്ദനിക്കുള്ളതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഋതുമോൾക്ക് കുറച്ചധികം അതൊക്കെ ആയിട്ട് കുറേ ചെറുവകിയൊക്കെ ആയിട്ട് കുറെ പറക്കി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പർച്ചേസ് കഴിഞ്ഞു. ഡ്രസ് എടുത്താ എത്രണ്ണം? ഋതുമോൾ കരഞ്ഞു ഗൈസ്. എന്തിനാ കരഞ്ഞേ? എങ്ങനെ എങ്ങനെ കൂട്ടം തെറ്റിപ്പോയേ? പോണ വൈകി വീട്ടിലേക്കുള്ള ചിക്കൻ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിനെ വിളിച്ചപ്പോൾ ഞങ്ങളിവിടെ ഇല്ല, ഞങ്ങൾക്ക് ചിക്കൻ ഇല്ല, അടച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളിത് അത്താണിയുള്ള ടോപ്പ് ചിക്കനിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാല ഷവായാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഋതുമോൾ നോർമലി ഇതിലൊന്നും കൂടാറില്ല. ഫ്രൈഡ് റൈസ് വേണം അല്ലെങ്കിൽ ബിരിയാണി വേണമെന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്ന് ചിക്കൻ കഴിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 പേരും സെപ്പറേറ്റ് ഐറ്റംസ് ആണ് എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് ഇന്ന് സെയിം ഐറ്റം ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ചിക്കൻ വന്നിട്ട് ഉള്ളിലത്തെ എരിവില്ലാത്ത ഭാഗമൊക്കെ ഋതുമോൾക്ക് ഇട്ടെടുത്തപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈസ് ഫുഡ് തന്നെയായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഫുഡ് എടുക്കുക കഴിഞ്ഞ് പിന്നെ ഒരു ലൈമും കൂടെ കുടിച്ചിട്ട് ഞങ്ങൾ പോരാൻ കേട്ടോ. വീട്ടിലെത്തി കുളിയും ചെപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് തുണികൾ മടക്കി വെക്കാനായിട്ട്. എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളതൊരു കാര്യം തുണികൾ മടക്കി വെക്കുക എന്നുള്ളത് കേട്ടോ. എനിക്ക് ഉറക്കം വന്നിട്ട് കണ്ണടഞ്ഞിട്ട് വയ്യ. കണ്ണിങ്ങനെ കടയൊരു കല്ലൊക്കെ കെട്ടിയിട്ട് നമുക്കൊരു എന്തൊക്കെ ഒരു ഹെവി ഫീൽ വരില്ലേ, അങ്ങനെ ഒരു സാധനം. അപ്പോൾ ഇരിക്കുന്ന തുണികൾ മുഴുവൻ മടക്കി വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് വേഗം മടക്കി വെച്ചിട്ട് വേണം എനിക്ക് കിടന്ന് ഉറങ്ങാനായിട്ട്. അത് മുഴുവൻ മടക്കി ഞാനൊരു സൈഡിലേക്ക് നീക്കി. അത് കഴിഞ്ഞപ്പോൾ പില്ലോ കവറും ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യണമായിരുന്നു കേട്ടോ. പിന്നെ സാരി അമ്മയ്ക്ക് കൊടുന്നിടത്ത കഥ ഞാൻ പറയുന്നില്ല അല്ലേ. സാരി അമ്മ ഒരു ജയലക്ഷ്മിയുടെ ഒരു പരസ്യത്തിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്ന കളറ് ഈ കോപ്പർ ഷെയ്ഡും ഗ്രീനാണ് കേട്ടോ. പക്ഷെ അമ്മ കണ്ട ഷെയ്ഡ് ഏതാന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പരസ്യം വരുമ്പോൾ കാണിച്ചിട്ടാന്ന് പറഞ്ഞെങ്കിലും കൂടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അമ്മ പറഞ്ഞ കളർ കിട്ടിയെന്നൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എടുത്ത് വന്നപ്പോൾ കറക്റ്റ് സാധനമായിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ശരിക്കും മണ്ടടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്ത് അമ്മ മനസ്സിലാണ്ടാ ഞാൻ മാനത്ത് കാണുന്നുള്ളൊരു മട്ടിൽ സാരിയൊക്കെ കൊടുത്തു. അപ്പോൾ അതെല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി കിടന്ന് ഉറങ്ങാൻ പോകാണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.